വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ശ്രിയ സുരേഷ്. വെൽക്കം ബാക്ക് ടു ശ്രാവൺ ശ്രിയ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വ്ളോഗല്ല, ഒരു ഞാനിപ്പം എനിക്ക് ക്രാഫ്റ്റ്, ആർട്ട് വർക്ക്സ്, ജേണൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതൊക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു ഓർഗനൈസൊക്കെ ചെയ്ത് ടേബിളൊക്കെ സെറ്റ് ചെയ്യണമെന്ന് കുറച്ച് ആഗ്രഹം കുറച്ച് നാളായിട്ടുണ്ട്. അപ്പം നമ്മളതൊക്കെ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കൂടിയാണ് കരുതുന്നത്. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ മലയാളം യൂട്യൂബ് ചാനൽസിനൊന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. ഈ കൊറിയൻ യൂട്യൂബ് ചാനലിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് എനിക്കിതുപോലെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ സാധനങ്ങളൊന്നുമില്ല, എന്നാലും എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഐറ്റംസൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാവേ. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വലുതായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഞാനതെല്ലാം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയത്. ബാക്കിയെല്ലാം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ഓർഗനൈസറും ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കണക്ക് നമ്മുടെ ടേബിളിൽ വിരിക്കാനായിട്ട് ഇത് കണക്കൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്, തുണി, ഒരു വൈറ്റ് കളറ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടത്തിനുള്ളത് എടുക്കാവേ. അപ്പം എൻ്റെ കയ്യിലിപ്പം പഴയ തുണി എന്ന് ഉദ്ദേശിച്ചപ്പോൾ എനിക്ക് ആ പാടെ കിട്ടിയത് ഈ ഒരു തുണി മാത്രമാണ്. ഈ ഒരു വൈറ്റ് കളറൊക്കെ നമുക്ക് ഇതേ കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് എടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിൽ ഞാനിത് കണക്ക് ഒരു കർട്ടൻ എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കർട്ടൻ ഇട്ടില്ലെങ്കിൽ വൃത്തികേടായിരിക്കും, എന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്തായിട്ട് ഇത് കണക്ക് കുറച്ച് സീരിയൽ ലൈറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മളിവിടെ ഇങ്ങനെ എർത്ത് അടിക്കാതിരിക്കാൻ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം അവിടെ അനിയൻ പിടിക്കൂ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ എക്സ്റ്റൻഷൻ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളിതുപോലെ ടേബിളിലോട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ അറേഞ്ച്മെൻറ്റിൻ്റെ ഒന്നും പ്രത്യേകിച്ച് ഡിസൈനിങ്ങോ ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനങ്ങ് അങ്ങനെ ഒരുമാതിരി ഇങ്ങിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പറയാനായിട്ട് എനിക്കൊന്നും അറിയത്തില്ല, വെറുതെ ഇങ്ങിട്ട് കൊടുക്കുകയാണ്. അപ്പം വെറുതെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിനിച്ചിരി പരത്തിയിട്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റ് അണച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിങ്ങനെ വോം ലൈറ്റ് കിട്ടും. ഇതിൻ്റെ വോം ലൈറ്റിനേക്കാൾ നല്ല ഇങ്ങനെ കളർഫുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാൻ ചെറിയ ചെറിയ ഓരോ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനത്തെ ഈ സാധനത്തിൻ്റെ പേര് എനിക്ക് അത്ര അറിയത്തില്ല, ഗാർലൻഡ് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. അത് വെച്ചിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ. പിന്നെ ഇതുപോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡി, പിന്നെ ഒരു ചെറിയ ഫ്ലവർ വൈസ്, പിന്നെ ഇതിനകത്തൊരു ചെറിയ ബണ്ണി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഫ്ലവർ വൈസ് അങ്ങ് താഴെ പോയി. അത് കുഴപ്പമില്ല, നമ്മളതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടേബിളിലോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടിയത്. എന്നിവിടെ നമ്മുടെ ലൈറ്റും കൂടി ഇട്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ലൈറ്റ് അണച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഞാനത് കണക്കൊരു ഓർഗനൈസർ എടുത്തിട്ടുണ്ട്. ഓർഗനൈസർ എന്നൊന്നും പറയാനൊന്നുമില്ല, ഇങ്ങനെ രണ്ട് തട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, എൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പോൾ അതിനകത്ത് എൻ്റെ കുറച്ച് ഗമ്മും സ്റ്റിക്കേഴ്സും കളർ പെൻസിൽസും അങ്ങനെ എൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് സ്റ്റിക്കറൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും സ്കെച്ചും കളർ പെൻസിലും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും കത്രികയും ഒക്കെ ഇങ്ങനെ അതിനകത്ത് ആ ഒരു ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒരു സ്റ്റൂളും ഇരുന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതാണൊക്കെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ലൈറ്റ് അണച്ച് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു വശവും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളുമായിരുന്നു. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റേത് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് അത്യാവശ്യം പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.